ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇപ്പോൾ ദോശേൻ്റെ കൂടി ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഈ ചട്നി നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. തേങ്ങ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനൊരു 1/4 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നമ്മൾ ചെറുതാക്കി മുറിച്ചിട്ട്, പിന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും അതുപോലെ തന്നെ പുളിയും എല്ലാം നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അത് ഈ സമയത്ത് തന്നെ നമുക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാം നന്നായിട്ടൊന്ന് ചതച്ച് വന്നിട്ടുണ്ട്. അതിൽ കട്ടയൊന്നും വേറെ ഇല്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു അരക്കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് സ്മൂത്തായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചട്നി ഏകദേശം കുറച്ചൊരു ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ എന്നിട്ട് ഉപ്പ് എല്ലാം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് വറുത്തിടണം. നമുക്കിതിലേക്ക് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കണം. അതിനുവേണ്ടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് എന്നിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിലുള്ള അരവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടണം. അതിനുവേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർക്കുക. കടുക് നല്ലോണം പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. ഉഴുന്നിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഈ ചട്നിയിൽ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 3-4 ഉണക്കമുളക് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിന് ശേഷം അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ കറിവേപ്പില ചേർക്കാനായിട്ട്. ഇനി നമുക്കിത് വറുത്തിടാം. അപ്പോൾ നല്ല അടിപൊളി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ മുളകും അതുപോലെ തന്നെ ഉഴുന്നും കറിവേപ്പിലയും എല്ലാം കൂടി ഈ കടുകിലും വെളിച്ചെണ്ണയിലും ഇട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ചട്നി തയ്യാറാക്കി നോക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പം ഉപ്പിടുന്ന സമയത്തും അതുപോലെ തന്നെ വെള്ളം ചേർക്കുന്ന സമയത്തും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഉപ്പ് ഓരോ ആൾക്കും ഓരോ ഭാഗത്തിനായിരിക്കും. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.